നമസ്കാരം. പ്രധാന വാർത്തകൾ. അംഗവൈകല്യമുള്ളവർ എന്തിനെ കറുത്ത കൊടി പിടിക്കുന്നു? മർദ്ദിക്കുമ്പോൾ കൈയുണ്ടോ കാലുണ്ടോ എന്ന് ആര് നോക്കും? ഇ.പി. ജയരാജൻ. സംസ്ഥാനത്ത് ഇന്നലെ 227 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു മരണം. അർഷ്ദീപിന് 5 വിക്കറ്റ്. അരങ്ങേറ്റത്തിൽ 50 അടിച്ച് സായി സുദർശൻ. വാർത്തകൾ വിശദമായി. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച അംഗപരിമിതനെ അധിക്ഷേപിച്ച് LDF കൺവീനർ ഇ.പി. ജയരാജൻ. യൂത്ത് കോൺഗ്രസിനെ പഴിചാരിയാണ് ഇ.പി. രംഗത്തെത്തിയത്. അംഗവൈകല്യമുള്ളവർ എന്തിന് കറുത്ത കൊടിയും പിടിച്ച് നടക്കുന്നു? മർദ്ദിക്കുമ്പോൾ കൈയുണ്ടോ കാലുണ്ടോ എന്ന് ആരെങ്കിലും നോക്കുമോ എന്നും ഇ.പി. ജയരാജൻ ചോദിച്ചു. ഈ വികലാംഗൻ എന്തിനാണ് കറുത്ത കൊടിയും കൊണ്ട് നടക്കുന്നത്? ഒരു വികലാംഗന്റെ പണിയാണോ കറുത്ത കൊടിയും പിടിച്ച് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നത്? എന്തിനാണ് ആ പാവത്തെ പറഞ്ഞയച്ചത്? ഈ പറഞ്ഞു വിട്ടവർക്കെതിരെയാണ് വികാരം ഉയരേണ്ടത്. നടക്കാൻ വയ്യാത്ത പാവത്തിന് കറുത്ത കൊടിയും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിലേക്ക് തള്ളുന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അതാണ് തെറ്റ്. ലാത്തി ചാർജിൽ ആരെങ്കിലും കൈയുണ്ടോ കാലുണ്ടോ എന്ന് നോക്കില്ല, ഇ.പി. ജയരാജൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 227 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ 1634 പേർ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. ഒരു മരണവും സ്ഥിരീകരിച്ചു. ഇതോടെ ഈ മാസം കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 10 ആയി. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ JN.1 കേരളത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. ഈ വർഷം മെയ് 15 ശേഷം ഇത്രയധികം രോഗികൾ ഉണ്ടാകുന്നത് ആദ്യമായാണ്. ആഘോഷങ്ങളും ഒത്തുചേരലുകളും കൂടുതലായി നടക്കുന്ന ജനുവരി വരെ രോഗവ്യാപനം തുടരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് ആധികാരിക ജയം. 8 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയെ 116 റൺസിനൊതുക്കിയ ഇന്ത്യ 16.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തി വിജയലക്ഷ്യം മറികടന്നു. ബൗളിംഗിൽ അർഷ്ദീപ് സിംഗ് 5ഉം ആവേശ് ഖാൻ 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ബാറ്റിംഗിൽ ശ്രേയസ് അയ്യരും സായി സുദർശനും 50 നേടി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.